ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2 മാത്സിലെ 5ാമത്തെ ചാപ്റ്ററിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ കാൽക്കുലസിന്റെ പോർഷൻസ് 5 വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്, വെയിറ്റേജും ആവശ്യത്തിനുണ്ട്. പിന്നെ ഇതിന്റെ ബേസിക്സ് ഒക്കെ നമ്മൾ +1 ഫിസിക്സിലൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഡിഫറൻസിയേഷന്റെ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ഫിസിക്സിൽ കുറച്ചൊന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ മാത്സ് അവസാനം ആകുമ്പോഴേക്കും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ അറിയാമെങ്കിൽ ഇത് നല്ല പുഷ്പം പോലെ പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല, വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അതിൻ്റെയൊക്കെ ഒരു ബേസ് അറിയാമെങ്കിൽ നല്ല എളുപ്പമായിട്ട് വരും. അപ്പോൾ അതൊന്ന് കണ്ടുവെച്ചാൽ നല്ലത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യമേ തൊട്ടാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഫോളോ ചെയ്തെടുക്കാം. കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ എങ്കിലും എളുപ്പമുള്ള പാഠമാണ്, നമുക്കപ്പോൾ പഠിക്കാം. അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഞാൻ എന്ത് വെച്ചാണോ വരയ്ക്കുന്നത്, പേന, പെൻസിൽ, മാർക്കർ, എന്ത് വെച്ചാണോ വരയ്ക്കുന്നത്, എനിക്ക് കൈ എടുക്കാതെ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കണ്ടിന്യൂസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഫംഗ്ഷൻ വരയ്ക്കാൻ, അതായത് എനിക്ക് എൻ്റെ പരിധി വരെ, ഓക്കെ എനിക്കിപ്പോൾ ഇത്രയും വരയ്ക്കാൻ പറ്റുള്ളൂ, മടിയായിട്ടാണ്. പക്ഷേ അറ്റം വരെ, ഇൻഫിനിറ്റി വരെ വരയ്ക്കുവാണെങ്കിൽ, എനിക്ക് കൈ എടുക്കാതെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, പക്ഷെ അതേസമയം ഞാനിപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഫങ്ഷൻസ് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷൻ വരയ്ക്കുന്ന സമയത്ത് ഞാൻ എന്താണ്, ഇവിടെ വരെ വരച്ചു, മീൻസ് ഇൻഫിനിറ്റി എന്ന് വന്ന് ഇവിടം വരെ വരച്ചു. പിന്നെ ഞാൻ കൈ എടുത്തിട്ടാണ് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കത് കൈ എടുക്കാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കൈ എടുത്തേ പറ്റൂ. അപ്പം അങ്ങനത്തെ ഫംഗ്ഷൻസ് ആണ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. അപ്പോൾ കണ്ടിന്യൂസും ഡിസ്കണ്ടിന്യൂസും എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് ബേസിക്കലി. പിന്നെ 1-2 പുതിയ ടേംസ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്, ലോഗരിതമിക് ഫംഗ്ഷൻസ്, അങ്ങനെ കുറച്ച് പുതിയ ടേംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ വേറൊരു ഫംഗ്ഷൻ f(x) = 1 if x less than or equal to 0 and 2 if x greater than 0. ഈ ഫംഗ്ഷൻ എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. കാര്യം ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്, ഇത് 1ഉം ഇത് 2ഉം, ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, ഞാൻ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിലേക്ക് എന്താണ് കൈ എടുക്കുന്നുണ്ട്, മീൻസ് എൻ്റെ പേന ഞാൻ എടുക്കുന്നുണ്ട്, എന്നിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൻ്റെ ഒരു മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കടക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു f(x) എന്ന് പറയുന്നത് f(a) ആയിരിക്കണം. അതായത് ഞാൻ ഈ എക്സിന് a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്കിങ്ങനെ കിട്ടും. ഇതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞാൽ തന്നെ ചാപ്റ്ററിൻ്റെ പകുതി കണ്ടിന്യൂറ്റി പഠിച്ചു എന്ന് തന്നെ പറയാം. ഓക്കെ, കണ്ടിന്യൂറ്റി ഡിസ്കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ പക്ഷേ ഞാൻ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒറ്റയടിക്ക് ജസ്റ്റ് ലിമിറ്റ്, ആ അങ്ങോട്ടുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണെങ്കിൽ നമുക്കിങ്ങനെ പറയാം. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a - f(x) = ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a + f(x) = f(a). അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു, ലെഫ്റ്റിൽ നിന്നുള്ള ലിമിറ്റും റൈറ്റിൽ നിന്നുള്ള ലിമിറ്റും ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ 3ഉം സെയിം ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ അതിന്റെ ന്യൂമറിക്കൽ നോക്കാം. f(x) = 2x + 3 എന്ന ഫംഗ്ഷൻ x = 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, ആ പോയിന്റ് ഏതാണ്, 1ൽ കണ്ടിന്യൂസ് ആണോ എന്നല്ലേ നോക്കണ്ടേ. അപ്പോൾ 1ലേക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 ടുവേർഡ്സ് 1 എന്നുള്ള ഒന്നിലേക്ക് പോകുമ്പോൾ തന്നിട്ടുള്ള വാല്യൂ ആണ് എടുത്ത് എഴുതേണ്ടത്. എക്സിന് ഏത് വാല്യൂ ആണോ തന്നത് അത് എഴുതണം. ഓക്കെ, എനിക്കിവിടെ 1ലോട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) = ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 2x + 3. നമ്മളിത് +1 പഠിച്ചാണ്. ലിമിറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കും. ഇവിടെ എന്താണ് 1 ആണ്. അപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി f(1) കാണുക. ഓക്കെ, നമ്മുടെ എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു f(x) ഇപ്പോൾ കണ്ടു, 5 കിട്ടി. ഇനി f(a). ഓക്കെ, a എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് അല്ലേ, ടുവേർഡ്സ് 1 അല്ലേ, അപ്പോൾ 1 ആണ്. f(1) എത്രയാണ്, f(x) ഇതാണെങ്കിൽ f(1) അവിടെ എക്സിന് 1 കൊടുക്കുക, അപ്പോഴും 5 തന്നെ കിട്ടും. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) = f(1).
അതിനർത്ഥം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇപ്പൊ ചില ഫംഗ്ഷൻസ് ആ പറയണ പോയിന്റിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കും, വേറെടുത്ത് അല്ലായിരിക്കും. ഇതിപ്പോ സ്ട്രേറ്റ് ലൈൻ്റെ ഫംഗ്ഷൻ ആണ്, നമുക്കറിയാം y is equal to mx plus c ഫോർമാറ്റിലാണ്, സ്ട്രേറ്റ് ലൈൻ്റെ ഫോർമാറ്റ് ആണ്. സ്ട്രേറ്റ് ലൈൻ എനിക്ക് എന്താണ് അറ്റം വരെ കൈയെടുക്കാതെ വരയ്ക്കാം. കണ്ടിന്യൂസ് ആണെന്ന് സാമാന്യം ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ നമ്മൾ പ്രത്യേകം എടുത്തു പറയണം ഇന്ന പോയിന്റിലാണ് അത് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് പറയും ഹെൻസ് ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, ചില പോയിന്റിലൊക്കെ അത് ഡിസ്കണ്ടിന്യൂസ് ഒക്കെ ആവാം. ഒരു ചില ഫംഗ്ഷൻ ചിലത് പ്യുവർലി കണ്ടിന്യൂസ് ആയിരിക്കും, ചിലത് പ്യുവർലി ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും, ചിലത് പാർഷ്യലി കണ്ടിന്യൂസും പാർഷ്യലി ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് കുറച്ചു ദൂരം വരെ അത് കണ്ടിന്യൂസ് ആണ്, പിന്നെ അതിന് ഇഷ്ടപ്പെടാത്ത വരുമ്പോൾ അത് ഡിസ്കണ്ടിന്യൂസ് ആവും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആകുവാണെങ്കിൽ എവിടെ വരെ, ഓക്കെ, എവിടം തൊട്ട് എവിടം വരെ, അല്ലെ ഏത് പോയിന്റ്. ഡിസ്കണ്ടിന്യൂസ് ആകുവാണെങ്കിൽ എവിടം തൊട്ട് എവിടം വരെ, അല്ലെ എവിടെ. അല്ലെങ്കിൽ പാർഷ്യലി കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ എവിടെയൊക്കെ. ആ കറക്റ്റ് അളവുകൾ പറയണം. ഇവിടെ അതിന് കണ്ടിന്യൂസ് അല്ലാതെ പ്രത്യേകം എടുത്ത് പറയണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഫംഗ്ഷൻ 1ൽ കണ്ടിന്യൂസ് ആണ്. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതണം ലാസ്റ്റ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എക്സ് സ്ക്വയറിന്റെ ഫംഗ്ഷൻ എന്താണ്, ലിമിറ്റ് അത് എക്സ് ഇസ് ഈക്വൽ ടു 0ൽ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു എവിടേക്കാ പോകുന്നത്, 0ലേക്ക്. അപ്പൊ 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 0 കിട്ടും. എഫ് ഓഫ് 0 എടുത്താലും 0 തന്നെ. ഹെൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. മതിയോ, പോരാ, അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നും കൂടെ എഴുതണം. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇല്ലാത്ത കേസസ് ആണ്. ഇനി വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എല്ലാ കേസസ് ആണ്. ഇപ്പൊ മോഡ് എക്സിന്റെ ഗ്രാഫ് വരുമ്പോഴേക്കും എന്താണ്, മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് ഫംഗ്ഷനെ എഴുതുക. ഓക്കെ, അപ്പോൾ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇപ്പൊ 0യിലാണ് ചെക്ക് ചെയ്യേണ്ടത്. എനിക്കിപ്പോ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ഈക്വൽ 0യിലാണ് കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു എഴുതാം. ജസ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. ഇത് മൂന്നും കറക്റ്റ് ആണെങ്കിൽ എന്താണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോഴും എനിക്ക് 0 തന്നെ കിട്ടും, ഇവിടെ 0 എന്ന് കിട്ടും. ഓക്കെ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. അവിടെ ഞാൻ എക്സിന് കൊണ്ട് 0 കൊടുക്കുമ്പോൾ 0 കിട്ടും. ഇവിടെയും എനിക്ക് 0 എന്ന് തന്നെ കിട്ടും, ഇവിടെയും എനിക്ക് എന്ത് തന്നെ കിട്ടും, 0 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ 3 സ്ഥലത്ത് എനിക്ക് 0 കിട്ടി. അതിൻ്റെ അർത്ഥം ഇത് ലെഫ്റ്റിൽ നിന്നുള്ള ലിമിറ്റും റൈറ്റിൽ നിന്നുള്ള ലിമിറ്റും ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ വരുന്ന ലിമിറ്റും മൂന്നും സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന്. ഓക്കെ, ഒരു ചോദ്യം കൂടെ നോക്കാം. എക്സ് ക്യൂബ് പ്ലസ് 3 എക്സ് നോട്ട് ഈക്വൽ ടു 0യും 1 ഇഫ് എക്സ് ഈക്വൽ ടു 0യും. അതാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യേണ്ട പോയിന്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോട്ട് ഈക്വൽ ടു വന്നു. ഓക്കെ, അപ്പൊ എഫ് ഓഫ് 0 ആവുന്ന കേസിൽ എന്താണ്, 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് ഈക്വൽ ടു 0യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് എന്ത് വരും, 0 ക്യൂബ് പ്ലസ് 3 എന്ന് വരും. ഓക്കെ, 2 പോയിന്റ്സ് വന്നു. അതായത് വാല്യൂ ഒന്ന് എക്സ് 0 അല്ലെങ്കിലുള്ള വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ക്യൂബ് പ്ലസ് 3 കിട്ടി. ഓക്കെ, പക്ഷേ 0 ആവുന്ന കേസിൽ 1 ആണ് വരുന്നത്. ഓക്കെ, അത് തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് അല്ല, എക്സ് ഈക്വൽ ടു 0യിൽ അത് കണ്ടിന്യൂസ് അല്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം ജസ്റ്റ് നോക്കുക. പക്ഷെ ആദ്യം പറഞ്ഞു നോക്കി മനസ്സിലായെങ്കിൽ തന്നെ ഓക്കെയാണ്, ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. ഇപ്പം നമുക്കൊരു ഗ്രാഫ് വരച്ചാൽ ഇപ്പം ഈ ഫംഗ്ഷൻ എനിക്ക് കൈയെടുക്കാതെ വരയ്ക്കാം, കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. പിന്നെ ഐഡന്റിറ്റി ഫംഗ്ഷൻ്റെ ഈ ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്. ഇതൊക്കെ എനിക്ക് കൈയെടുക്കാതെ വരയ്ക്കാം, അതിൻ്റെ പ്രൂഫ്സ് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ വലിയ നിർബന്ധം ഇല്ല, നമ്മൾ ജസ്റ്റ് ഈ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി, നമുക്ക് ഒന്നും ചിന്തിച്ചാൽ കിട്ടും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി കെ ഇസ് ഈക്വൽ ടു കെ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടിന്യൂസ് ആണ്. പിന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു
ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ്, അപ്പോൾ എനിക്ക് സി തന്നെ കിട്ടി. അപ്പോൾ എന്താണ് സെയിം ആയിട്ടാണ് വരുന്നത്, ഇതും സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും അതും കണ്ടിന്യൂസ് ആണ്. എക്സ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെയും കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെയും ഒക്കെ ലിമിറ്റ് സെയിം ആയിട്ട് വരുന്നതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ മോഡ് എക്സ് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ ചോദ്യം ചെയ്തിട്ടിട്ടുണ്ട്. മോഡ് എക്സിൻ്റെ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, കൈയെടുക്കാതെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആണ്, ജസ്റ്റ് നോർമൽ ബ്രെയിൻ മതി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ 1/x അത് കണ്ടിന്യൂസ് ആണോ എന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇതാണ്. ഇനി വരുന്നത് എന്താണ്, രണ്ടെണ്ണം വെച്ച് തന്നെ വരുന്നുണ്ട്, അതൊരെണ്ണം ചെയ്ത് നോക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് എക്സ് മൈനസ് 2 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇതൊരു പീസ് വൈസ് ഫംഗ്ഷനാണ്, പീസുകളാക്കി തിരിച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ചോദിക്കാം, ഡിസ്കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ചോദിക്കാം. അത് ചോദ്യം ഇതിനനുസരിച്ചാണ്. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് അത് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ആവാം, ആവാതിരിക്കാം. എന്താണെങ്കിലും നമ്മൾ ഉത്തരം കണ്ടുപിടിച്ച ശേഷം മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് പറയേണ്ടത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന്. ഡിസ്കസ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, പ്രൂവ് ദാറ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് അതിൻ്റെ ഉത്തരം എന്താണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മന്ത്രം എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഇതാണ് നമ്മുടെ മന്ത്രം, വലിയ രൂപം. മന്ത്രത്തിന്റെ ചെറിയ രൂപം എന്താണ്, ഇത് രണ്ടും കൂടെ ചേർത്ത് പൊതുവെ എ എന്ന് വിളിക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഈ മന്ത്രത്തിനൊന്ന് ചുരുക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഇതാണ് നമ്മുടെ കുഞ്ഞു മന്ത്രം. മന്ത്രത്തിന്റെ ദീർഘരൂപമാണ് മുകളിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കുക. ഇതിന് ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കൊടുക്കുമ്പോഴാണ് ഒന്ന് വലുതാവുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ലിമിറ്റിന്റെ ചോദ്യം ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നും അറിയില്ലെങ്കിൽ പോലും ഇത് എഴുതി വെച്ചാൽ തന്നെ എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 ലിമിറ്റ് പറയുന്നുണ്ട്. എന്താണ്, കണ്ട് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് ഇപ്പോൾ വെറുതെ ഒരു ഫംഗ്ഷൻ തന്നോ, അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഈ ഫംഗ്ഷന്റെ ഇന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് മതിയാവും. ആ പോയിന്റ് കിട്ടിയാൽ മതി. ഓക്കെ, എവിടേക്കാണെന്നുള്ളതാണല്ലോ നമ്മൾ എ കൊടുക്കുക. ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. പക്ഷെ ഇത് പീസായിട്ട് ഇവിടെ നിന്ന് അവിടേക്ക്, അവിടെ നിന്ന് ഇവിടേക്ക് എന്ന് പറഞ്ഞ് 2 ഗ്രാഫിന്റെ പോർഷനിൽ വരുന്ന ക്വാഡ്രൻസിലിട്ട് വരുമ്പോഴാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എ എന്ന് പറയുന്നത് എവിടേക്കാണോ, മീൻസ് എവിടേക്കാണോ ഇപ്പം എക്സ് 1 ഇവിടെ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇവിടെ 1 ഇത് കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1 പോകണം നമ്മൾ. 1 ഉള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലെ ലിമിറ്റും സെയിം ആവുമ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക. അപ്പം എനിക്കിവിടെ 1 തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുക, 1 പോവുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് 1. ഈ 3 കാര്യങ്ങൾ കണ്ടുപിടിച്ചു. 3ഉം സെയിം ആണെങ്കിൽ പറയാം ഇത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അതേതാണ്, ഇതാണ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, എക്സ് മൈനസ് 2. അപ്പോൾ എക്സിന് എന്ത് ചെയ്യുക, 1 കൊടുക്കുക. നമ്മൾ അങ്ങനെയല്ല ചെയ്യുക, ഇവിടെ എക്സിന് 1 കൊടുക്കും, ഇവിടെ -1 കിട്ടും. ഓക്കെ, ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്, അത് നെഗറ്റീവ് പാർട്ടാണ്, ഇതായിട്ട് വരും. അവിടെ എന്താണ്, എക്സിന് 1 കൊടുക്കുമ്പോഴേക്കും 1 + 2 3, എഫ് ഓഫ് 1ഉം 3. കാര്യം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു, അപ്പം ഈക്വൽ ടു 1 വരും. അപ്പോൾ എഫ് ഓഫ് 1 3. എന്താണ്, ഇത് രണ്ടും സെയിം ആണ്, പക്ഷെ ഇത് സെയിം അല്ല. അപ്പം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് പറയാവോ, ഇല്ലൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇതും 3 ആയിരുന്നെങ്കിൽ ദിസ് ഈസ് കണ്ടിന്യൂസ്. പക്ഷെ ഇത് 3 അല്ല, -1 ആയിപ്പോയി. അപ്പോൾ എന്ത് പറയാം, ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണോ, അല്ല. ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ഈ പോയിന്റ് കണ്ടിന്യൂസ് അല്ല. 1 എന്ന പോയിന്റിൽ, മറ്റു പോയിന്റുകളിൽ ഉണ്ടോ എന്നുള്ളത് വിഷയമല്ല. ഈ പറഞ്ഞ 1 എന്ന പോയിന്റിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 എന്ന പോയിന്റിൽ
ഇത് കണ്ടിന്യൂസ് അല്ല. ഓക്കെ, 1 എന്ന പോയിന്റ് എടുക്കുമ്പോൾ മാത്രമുള്ള കേസാണ് ഇത് പറഞ്ഞത്. വേറെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഇതിപ്പോൾ തന്നെ കിട്ടി കണ്ടിന്യൂസ് അല്ലെന്ന്. അപ്പോൾ നമ്മൾ അത് എഴുതാം. മറ്റു വിഷയങ്ങൾ നമ്മൾ ജസ്റ്റ് ഇതുണ്ടെന്നുണ്ട് അത് പറയുവാണെങ്കിൽ നോക്കുക. ഓക്കെ, ബേസിക്കലി ആദ്യം ഇത് കണ്ടുപിടിക്കുക, എന്നിട്ടാണ് ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന ഒരു പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. 1 തന്നുകൊണ്ട് 1 പറഞ്ഞു. ബാക്കി എന്തെങ്കിലും കണ്ടുപിടിക്കാണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് എക്സസൈസിൽ 5.1 കുറേ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ജസ്റ്റ് എങ്ങനെയാണ് അത് ചെയ്യണതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി വേറൊരു ചോദ്യം നോക്കാം. f of x equal to x plus 2 if x less than 0 and minus x plus 2 if x greater than 0. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ചെയ്യേണ്ട എങ്ങനെയാണ്? സിമ്പിളാണ്. നമ്മുടെ ദീർഘമന്ത്രം പറയുക. ഓക്കെ, കാര്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വന്നു. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും മാത്രം എടുക്കാൻ പറ്റും. എഫ് ഓഫ് 0 കാണാൻ നമുക്ക് പറ്റില്ല. കാര്യം ഇവിടെ 0 ഈക്വൽ ടു വന്ന കേസസ് ഒന്നും ഇല്ല. നമുക്ക് ഇത് അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് എഫ് ഓഫ് 0 എന്ന് എഴുതാൻ പറ്റുക. കാര്യം 0യിലുള്ള വാല്യൂ, ഇവിടെ 0യിലുള്ള വാല്യൂസ് ഒന്നും പറയുന്നില്ല. 0യിലോട്ട് എടുക്കുമ്പോഴും പോസിറ്റീവ് സൈഡിൽ നിന്നും നെഗറ്റീവ് സൈഡിൽ നിന്നും 0യിലോട്ട് അടുക്കുമ്പോഴുള്ള വാല്യൂസ് ഫംഗ്ഷനെ പറയുന്നുള്ളൂ. 0യിലുള്ളപ്പോഴുള്ള ഫംഗ്ഷൻ പറയുന്നില്ല. അപ്പോൾ അത് വേണമെന്നില്ല. എഫ് ഓഫ് 0 ഈ കേസിൽ വേണമെന്നില്ല. ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു അല്ലെ ലെസ് ദാനോ ഈക്വൽ ടു രണ്ടിലൊന്നുണ്ടെങ്കിൽ ഓക്കെ. ഇവിടെ പറ്റില്ല. കാര്യം ഈ ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ലെസ് ദാനോ ഈക്വൽ ടു 0 എന്നില്ല. 0യിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതെടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് എത്രയാണ്? പോസിറ്റീവ് പാർട്ട് വരും ഇത്. അപ്പോൾ 0 പ്ലസ് 2 വരും ഇവിടെ. ഓക്കെ, ഇവിടെ 0 കൊടുക്കുക. -0 0 തന്നെയാണ്. 0 പ്ലസ് 2 ഇനി നെഗറ്റീവ് പാർട്ട് എന്താ? ഇത്. അവിടെ 0 കൊടുക്കുക 2. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിട്ട് വന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ഈ ഷേപ്പാണ്. ഇങ്ങനെയാണ് വരുന്നത് ഈ പോയിന്റ് 2. ഓക്കെ, 0 2 എന്ന പോയിന്റ് അങ്ങനെയാണ് വരുന്നത്. ഇതെന്താണ്? മോഡുലസ് ഫംഗ്ഷൻ ഒന്ന് തിരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റേസ് ചെയ്ത് മുകളിലേക്ക് ഒരു 2 യൂണിറ്റ് മുകളിലോട്ട് റേസ് ചെയ്ത ഇൻവേർട്ടഡ് മോഡുലസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്താണ്? ഇതെനിക്ക് കൈയെടുക്കാതെ വരയ്ക്കാമല്ലോ അറ്റം വരെ. അപ്പോൾ അതെന്താണ്? ദിസ് ഫംഗ്ഷൻ അവിടെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക. ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഈ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് പറയാം. പക്ഷെ നമ്മൾ മര്യാദ അനുസരിച്ച് പറയുന്നിടത്തുള്ളത് എഴുതി കൊടുക്കുക. പറയേണ്ടടുത്തല്ലാത്തത് വേണം കണ്ടുപിടിച്ചു. ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചു, ഇല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി അങ്ങനത്തെ ചോദ്യങ്ങൾ ഇനി ഒരെണ്ണം കൂടെ ചെയ്യാം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എക്സ് സ്ക്വയർ ഇഫ് എക്സ് ലെസ് ദാൻ 0. ഇതാണ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ദീർഘമന്ത്രം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. ഇവിടെ എഫ് ഓഫ് 0 എടുക്കണോ? എടുക്കാം. കാര്യം ഇവിടെ 0യിലോട്ട് അടുക്കുമ്പോഴുള്ളത് ഉണ്ട്, 0 ആകുമ്പോഴുള്ളതും ഉണ്ട്, ഈക്വൽ ടു 0 ആവുന്ന കേസും ഉണ്ട്. സോ എഫ് ഓഫ് 0 എടുക്കാം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്, അതായത് പോസിറ്റീവ് പാർട്ട് ഇതാണ്. അപ്പോൾ അവിടെ എന്ത് വരും? 0 വരും. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്, അതും 0 വരും. ഈ ഇതിൽ 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 0യും 0 വരും. മൂന്നും എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് 0യിലല്ലേ ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. എവ്രി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പി ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്താ പി ഓഫ് സി എന്ന് എഴുതാം. ഇവിടെ എക്സിന് സി കൊടുക്കാം. ലിമിറ്റ് എക്സിന് പോളിനോമിയൽസിന് പി ഓഫ് എക്സ് എന്നല്ലേ കൊടുക്കുക. നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പോലെ പോളിനോമിയൽസിന് പി ഓഫ് എക്സ് അല്ലേ കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പി ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് സി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പോളിനോമിയൽസ് ഫംഗ്ഷൻസ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. പിന്നെ
GIF ഫങ്ഷൻസ് ഇത് കണ്ടിന്യൂസ് അല്ല, നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇടയ്ക്കെന്നല്ല, എപ്പോഴും കൈയെടുത്തോണ്ടിരിക്കണം അത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ. സോ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ദിസ് ഇസ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, പിന്നെ ഉള്ളതാണ് രണ്ട് ഫംഗ്ഷൻ f(x) കണ്ടിന്യൂസ് ആണ്, g(x) കണ്ടിന്യൂസ് ആണെങ്കിൽ f+g കണ്ടിന്യൂസ് ആണ്. അത് C എന്ന പോയിന്റിലാണ്. C എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ f+g കണ്ടിന്യൂസ് ആണ്, f-g കണ്ടിന്യൂസ് ആണ്, f*g കണ്ടിന്യൂസ് ആണ്, f/g കണ്ടിന്യൂസ് ആണ്, വേർ g ≠ 0. ഓക്കെ, മനസ്സിലായത്? അതായത് f(x) എന്ന് പറയുന്ന ഫംഗ്ഷനും g(x) എന്ന് പറയുന്ന ഫംഗ്ഷനും രണ്ടും രണ്ട് ഫംഗ്ഷനാണ്. ആ രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടിയാലും കുറച്ചാലും ഗുണിച്ചാലും ഹരിച്ചാലും അതും കണ്ടിന്യൂസ് ആണ്. അതിന്റെ കണ്ടിന്യൂറ്റിനെ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല, അതെന്നും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഹരിക്കുമ്പോൾ മാത്രം ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റിലെ ഫംഗ്ഷൻ g(c) എന്തായിരിക്കരുത്? 0 ആയിരിക്കരുത്. കാര്യം 0 വരും, ഡിവൈഡഡ് ബൈ 0 വരും ഡിനോമിനേറ്ററിൽ, പറ്റാത്ത ഒരു കേസാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ റാഷണൽ ഫംഗ്ഷൻ, അതി പറഞ്ഞ പോലെ സെയിം തന്നെ, ഈ ഡിവിഷൻ ഒന്ന് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളൂ. p(x/q(x) എന്നുള്ള ഫോമിൽ എഴുതുന്ന ഫംഗ്ഷൻസ് ആണ് റാഷണൽ ഫംഗ്ഷൻ. ഇങ്ങനത്തെ എഴുതുന്ന ഫംഗ്ഷൻസ് എല്ലാം എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതിൽ q(x) എന്താവരുത്? 0 ആവരുത് എന്നുള്ളൊരു കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഒക്കെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറയുന്നത്. നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് മിക്കവാറും എന്താണ്? കണ്ടിന്യൂസ് ആണ്. എന്നാൽ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പോലെ എഴുതി തന്നെ കാണിക്കണം മാർക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ അത് എഴുതാം. ലിമിറ്റ് x ടെൻസ് ടു c a കൊടുക്കാം. ലിമിറ്റ് x ടെൻസ് ടു a f(x) = f(a) എന്നാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് ഈ പാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് f(a) എന്ന് എഴുതി കാണിച്ചാലും മതിയാവും. ഓക്കെ, അപ്പൊ എന്താ വരും? ലിമിറ്റ് x ടെൻസ് ടു a, ഫംഗ്ഷൻ ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നത് sin x ആണ്. ഓക്കെ, അതായത് ലിമിറ്റ് h ടെൻസ് ടു 0 sin a പ്ലസ് h എന്ന് വരും. ഓക്കെ, ഇവിടെ എക്സിന് a കൊടുത്തു, മീൻസ് അങ്ങനെ a കൊടുക്കുക. പിന്നെ ലിമിറ്റിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുമ്പോൾ h ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 sin a പ്ലസ് h എന്ന് കൊടുക്കുക. കാര്യം ഇവിടെ hന് 0 കൊടുക്കുമ്പോഴേക്കും അത് പോയിക്കോളും. പിന്നെ വരുന്ന ഇവിടെ എക്സിന് a, മനസ്സിലായോ? അതായത് എക്സിന് ഇവിടെ a കൊടുക്കുമ്പോൾ sin a കിട്ടും, ഇവിടെ sin a വരും. h ഒന്ന് വാനിഷ് ചെയ്യേണ്ടതിന് പകരം ഒന്ന് അപ്പിയർ ചെയ്യിച്ചു, അത്രേ ഉള്ളൂ. ലിമിറ്റ് h ടെൻസ് ടു 0 sin a പ്ലസ് h. അപ്പോൾ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ലിമിറ്റ് h ടെൻസ് ടു 0 = sin a cos h പ്ലസ് cos a sin h. ഓക്കെ, ട്രിഗണോമെട്രിയുടെ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, sin a cos h പ്ലസ് cos a sin h. sin of x പ്ലസ് y പഠിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് അങ്ങ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 എന്ത് ചെയ്യുക? സെപ്പറേറ്റ്ലി ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് h ടെൻസ് ടു 0 f(x) പ്ലസ് g(x) എന്ന ലിമിറ്റ് h ടെൻസ് ടു 0 f(x) പ്ലസ് ലിമിറ്റ് h ടെൻസ് ടു 0 g(x). അപ്പോൾ രണ്ടിടത്തേക്കും ലിമിറ്റ് എടുക്കുക. അപ്പോൾ sin a cos h പ്ലസ് ലിമിറ്റ് h ടെൻസ് ടു 0. അപ്പോൾ അതിലെന്താ h ഉള്ള ടേംസ് ഒക്കെ അങ്ങ് കട്ടാകും. ലാസ്റ്റ് എന്ത് കിട്ടും? sin a പ്ലസ് 0 വരും. അതായത് sin a which is equal to f(a). ഓക്കെ, sin a എന്ന് പറയുന്നത് ഇവിടെ എക്സിന് a ആണ്, സോ f(a). അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് x ടെൻസ് ടു a f(x) = f(a), ഹെൻസ് sin x is continuous എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ കോസിൻ്റെ എഴുതാം, പിന്നെ അവരുടെ ഇൻവേഴ്സിൻ്റെയും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ടാനിൻ്റെ ചെക്ക് ചെയ്യാനാണെങ്കിൽ sin x ബൈ cos x ആണ്. ടാൻ എക്സ് അറിയാം, sin x കണ്ടിന്യൂസ് ആണ്, cos x കണ്ടിന്യൂസ് ആണ്. സോ അവരെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടാൻ എക്സും എന്താണ്? കണ്ടിന്യൂസ് ആണ്. പക്ഷേ cos xൽ x എന്താവരുത്? 2n+1 π/2 ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷനുമായിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ f(x)ഉം g(x)ഉം തന്നിട്ടുണ്ടെങ്കിൽ f(g) കണ്ടിന്യൂസ് ആയിരിക്കും, g(f) കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അതായത് രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അവരുടെ കോമ്പോസിഷൻസും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് sin of x² കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുക? sin x ആയിട്ട് എടുക്കുക. ഇപ്പോൾ f(x) = sin x, g(x) = അതിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ x².
ഓക്കെ, അപ്പൊ ഞാൻ FOG എടുത്ത് നോക്കുക. സൈൻ എക്സ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം, എക്സ് സ്ക്വയറും കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. ഇവിടെ കോമ്പോസിഷനും കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യാം, FOG ഓഫ് എക്സ് ആണ്. അപ്പോൾ സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ അവരുടെ കോമ്പോസിഷൻസ് എന്താണ്, കണ്ടിന്യൂസ് ആണ്. സൈൻ സ്ക്വയർ എക്സും കണ്ടിന്യൂസ് ആണ്. ഓക്കെ, തിരിച്ചിടുമ്പോൾ ജിഒ എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോഴും സൈൻ സ്ക്വയർ എക്സും കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുണ്ട്. പിന്നെ ടെസ്റ്റിലൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 1 മൈനസ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു മോഡലിൽ തന്നെ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആയിട്ട് എഴുതുക. ഓക്കെ, പിന്നെ നമ്മുടെ എക്സസൈസിൽ കുറേ കോൺസിസ്റ്റൻസി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഇന്ന പോയിന്റ് ചെക്ക് ചെയ്യാനെന്ന് നിൽക്കുമ്പോഴേക്കും ജസ്റ്റ് എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ വെച്ച് ചെയ്താൽ മതി. രണ്ടായിട്ട് തരുവാണെങ്കിൽ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. അതുണ്ടെങ്കിൽ എടുത്താൽ മതി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അത് സീറോയിൽ ഉണ്ടെന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അല്ലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് മതി. അതും ആ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. ഓക്കെ, സോ ബേസിക്കലി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. ഇത് മൂന്നും ഒത്തു വന്നാലേ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കേസ് ഒന്ന് ഒഴിച്ചു മാറ്റാവുന്നതാണ്. ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. സോ RHL ഈക്വൽ ടു LHL ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് അധികം ഉണ്ട് ചെയ്യാൻ, പക്ഷെ ഈ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള ചോദ്യംസ് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ചെയ്ത് വരുമ്പോഴേക്കും ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു സെക്ഷൻ പക്ഷേ ടെസ്റ്റിൽ ഫൈൻഡ് ഓൾ ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാ, ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് സെറ്റ്. നമുക്ക് ആ രണ്ട് വാല്യൂ സ്പർദ്ധ വരുത്തുന്നുണ്ട്, ഒത്തുപോകുന്നില്ലെങ്കിൽ നമ്മൾ എഴുതുക ദിസ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഇന്ന പോയിന്റിൽ എക്സ് ഈക്വൽ ടു 1 or 2 അത് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഡിസ്കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ എന്താണ്, ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിസ്കണ്ടിന്യൂസ് എന്നെഴുതാം. അറ്റ് എക്സ് ഈക്വൽ ടു ഉണ്ടെങ്കിൽ എഴുതാം, അല്ലെ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിസ്കണ്ടിന്യൂസ് ഓക്കെ എന്നെഴുതാം. കണ്ടിന്യൂസ് ആണെങ്കിലും സെയിം തന്നെ, ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ഇഷ്ടമുള്ള പോയിന്റ്. ചോദ്യത്തിൽ ഏതാണോ എക്സിന് അവിടെ കൊടുക്കേണ്ടത് തന്നിട്ടുള്ളത് അത് എഴുതുക. അല്ലെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ഇന്ന പോയിന്റ്. അത് തന്നെയാണ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സെയിം തന്നെ, എന്നാലും നമ്മൾ നാല് രീതിക്ക് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലത്തെ ചോദ്യങ്ങൾ 3 പീസ് വൈസ് ഫംഗ്ഷൻ ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ കെന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അവിടെ എക്സിനകത്ത് തന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് പഠിക്കാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.